ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDAയിൽ സീറ്റ് ധാരണയായി. BJPയും JDUവും 101 സീറ്റുകളിൽ വീതം മത്സരിക്കും. ചിരാഗ് പാസ്വാന്റെ LJP 29 സീറ്റുകളിൽ മത്സരിക്കുന്നു. ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിക്ക് 6 സീറ്റുകൾ നൽകി. സീറ്റ് വിഭജനത്തിൽ പൂർണ്ണ സംതൃപ്തിയെന്ന JDU ബീഹാർ സംസ്ഥാന സെക്രട്ടറി രാജീവ് രഞ്ജൻ പട്ടേൽ 24 പറഞ്ഞു. NDA का गठबंधन का सीट अभी फाइनल हो गया और हम लोग बिहार में 225 सीट जीतने के लक्ष्य के साथ काम कर रहे हैं. NDA गवर्नमेंट बन रही है और 225 सीट से अधिक सीट ला करके बन रही है. बिहार 20 साल से नीतीश कुमार चला रहे हैं, अगला 5 साल भी नीतीश कुमार चलाएंगे. वेलफेयर वर्क, वुमेन्स एम्पावरमेंट, यूथ एम्पावरमेंट, एम्प्लॉयमेंट एम्पावरमेंट, so many work done by our chief minister, or in this way no competition with any other party. അതേസമയം സീറ്റ് വിഭജനത്തിൽ മഹാസഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. 60 സീറ്റുകൾ നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് RJDക്ക് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. വിനീത VG ബീഹാർ തലസ്ഥാനമായ പാറ്റ്നയിൽ നിന്ന് തത്സമയം ചേരുന്നു. BJP ഓഫീസിന്റെ മുന്നിലാണ് ഇപ്പോൾ വിനീത VG ഉള്ളത്. വിനീത, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ്? താങ്ക് യു എസ്കെൻ. സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ പാട്നയിലെ BJP ഓഫീസിലാണുള്ളത്. ഈ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ ഇന്ന് ഡൽഹിയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ BJP ഓഫീസിൽ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു, പ്രവർത്തകരൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഓരോ നീക്കവും വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഏതാണെങ്കിലും ഈ സീറ്റ് ധാരണയിൽ പൂർണ്ണ സംതൃപ്തി എന്നാണ് BJPയുടെ സംസ്ഥാന നേതൃത്വവും ഒപ്പം തന്നെ JDU സംസ്ഥാന നേതൃത്വവും ഒക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാർ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് JDUവും ഒപ്പം തന്നെ BJPയും തുല്യ സീറ്റുകളിൽ മത്സരിക്കുന്നത്. ഇരു പാർട്ടികളും 101 സീറ്റുകളിലാണ് മത്സരിക്കുക. ഒപ്പം തന്നെ ചിരാഗ് പാസ്വാന്റെ LJP 29 സീറ്റുകളിൽ മത്സരിക്കും. നേരത്തെ 40 സീറ്റുകൾ നൽകണമെന്നൊക്കെ ചിരാഗ് പാസ്വാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും അവസാനം അത് 29 സീറ്റുകൾ എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജിതൻ റാം മാഞ്ചിക്ക് 6 സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം 15 സീറ്റുകൾ നൽകണമെന്നൊക്കെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നാലെ ഇപ്പോൾ 6 സീറ്റുകൾ എന്ന ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. 6 സീറ്റുകളിൽ മത്സരിക്കും. ഇങ്ങനെയാണ് സീറ്റ് വിഭജനം സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിൽ NDA ധാരണയായിരിക്കുന്നത്. അതിൽ JDU സംസ്ഥാന ഘടകവുമായി നമ്മൾ സംസാരിച്ചപ്പോഴും അവരും പൂർണ്ണ സംതൃപ്തിയിൽ എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. NDA വീണ്ടും ബീഹാറിൽ അധികാരത്തിലെത്തും. സ്ത്രീകളുടെ സുരക്ഷ, ഒപ്പം തന്നെ ബീഹാറിന്റെ വികസനം എന്നീ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങുക എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിതീഷ് കുമാർ തന്നെ വീണ്ടും ബീഹാറിൽ അധികാരത്തിലെത്തുമെന്ന് ഒരു ഉറപ്പ് തന്നെയാണ് JDU പറയുന്നത്. BJPയും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം സീറ്റ് വിഭജന ചർച്ചകളൊക്കെ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നുവെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും കൂടുതൽ സീറ്റുകൾ നൽകണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. 50 സീറ്റുകൾ നൽകാമെന്ന് RJD പറഞ്ഞുവെങ്കിലും 10 സീറ്റുകൾ കൂടി അധികം വേണമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ആവശ്യം. അങ്ങനെ 10 സീറ്റുകൾ കൂടി ലഭിച്ചില്ല എങ്കിൽ ആ 10 ഇടങ്ങളിൽ ഞങ്ങൾ സൗഹൃദ മത്സരത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഭീഷണി. ഏതാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. തേജസ്വി യാദവ്, ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ ഇതിനോടകം ഡൽഹിയിൽ എത്തിയതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സീറ്റ് വിഭജന ചർച്ചകൾ, മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയാക്കി നാളെ വൈകിട്ടോടുകൂടി ധാരണയിലേക്ക് എത്തിയേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബീഹാറിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ NDAയുടെ ഒരു സംയുക്ത വാർത്താ സമ്മേളനം തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിനുശേഷം പിന്നീട് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്കടക്കം കാര്യങ്ങൾ കടന്നേക്കും. ഏതാണെങ്കിലും NDA സീറ്റ് ധാരണയിൽ സംസ്ഥാന നേതൃത്വം വലിയ സംതൃപ്തി തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു വിനീത VG. ബീഹാർ തലസ്ഥാനമായ പാറ്റ്നയിലെ BJP ആസ്ഥാനത്ത് നിന്നാണ് വിനീത VG തത്സമയം ചേർന്നത്. വിനീത നേതൃത്വം കൊടുത്തത് നമ്മുടെ 24 വാർത്താ സംഘം പാറ്റ്നയിൽ തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.